മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. എന്തായാലും വഴിപാടുണ്ടായിരുന്നു. അപ്പം ഇനി ഗുരുവായൂരപ്പനുള്ള വഴിപാട് വൈകിക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ടോ. ഒരു 4 മണിക്കൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷെ പറ്റിയില്ല. നല്ല മഴയെ കാരണം പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്ക് 5:45 ആയി. അപ്പോൾ എന്തായാലും ഒന്ന് പോയി ഗുരുവായൂരപ്പനെ കണ്ടിട്ട് വരാം. പോണ വഴിക്കതാ ഞങ്ങൾ പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ചു കേട്ടോ. അങ്ങനെ ഇതാ പെട്രോളൊക്കെ അടിച്ചതാ ഞങ്ങൾ പോയി പട്ടാമ്പിയിൽ നിന്നാണ് പെട്രോളൊക്കെ അടിച്ചത്. അങ്ങനെ പട്ടാമ്പി എത്തിയിട്ടോ. ഇപ്പോൾ മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ തക്കത്തിന് വേഗം പോവുകയാണ്. ഇനി എപ്പോഴാണ് നല്ല മഴ പെയ്യാന്നറിയില്ലല്ലോ. അപ്പോൾ ഇതാ വേഗം പോവുകയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ പട്ടാമ്പി ഗുരുവായൂരൊക്കെ കഴിഞ്ഞു കേട്ടോ. പട്ടാമ്പി ഗുരുവായൂർക്ക് മുന്നേ പോയതാണ്, അതുകൊണ്ടാണ് ഇപ്രാവശ്യം പോവാതിരുന്നത്. അങ്ങനെ ഇതാ പാലത്തുമ്മയൊക്കെ എത്തിയിട്ടോ. അതാ വെള്ളമൊക്കെ നല്ല വെള്ളമുണ്ട്. ഇങ്ങോട്ട് പോരുമ്പോൾ അതിക്കേറെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മഴയൊക്കെ നല്ല മഴയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല മഴയാണ് കേട്ടോ. കുന്നംകുളം ആ ഭാഗമാണ്, നല്ല മഴയാണ് ഇപ്പോൾ. നല്ല മഴയാണ്. ഇത്രയും നേരം ഞങ്ങൾ പതുക്കെ ഇങ്ങനെ പോകുന്നു കേട്ടോ. പക്ഷെ ഇനി പോകാൻ പറ്റുന്നില്ല, നല്ല മഴയും കാറ്റുമാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. മഴ തുറന്നിട്ട് പോവാം. അയ്യോ പിന്നെ അവിടെ നിന്നിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫോൺ എടുത്തേച്ചു, പിന്നെ ഫോൺ എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇതാ ഗുരുവായൂർ എത്തിയിട്ടോ. നല്ല മഴയായിരുന്നു, അതിൻ്റെ ഇടയിലാണ്. എന്നാലും ഞങ്ങൾ പോകുന്നത് എത്തി. അങ്ങനെ ഇതാ അമ്പലത്തിലെത്തി. മുല്ലപ്പൂ കുറേ കാലമായി മുല്ലപ്പൂവൊക്കെ വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഞങ്ങളിതാ മുല്ലപ്പൂവൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് പോവാം കേട്ടോ. മഴയായതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളി തിരക്കായിരുന്നു. സ്കൂളൊന്നും ഇല്ലാത്തതല്ലേ, പക്ഷെ മഴയായതുകൊണ്ട് തിരക്കുണ്ടാവില്ല വിചാരിച്ചതിന്, പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് കുട്ടികളൊക്കെ കൊണ്ടുപോകാത്ത തന്നെ നന്നായിട്ടോ. നല്ല മഴയായിരുന്നു, വഴുക്കല്ലേ, വഴുക്കലൊക്കെ ഉണ്ടാവില്ലേ, പേടിയാണ്. കുട്ടികളച്ഛൻ പറഞ്ഞാലും കേൾക്കില്ല, അടങ്ങി നിൽക്കില്ലല്ലോ. നമുക്ക് കുട്ടികൾ എടുക്കേണ്ടേ നടക്കേണ്ടേ പ്രായമല്ലല്ലോ. അതുകൊണ്ട് പിന്നെ കുട്ടികളെ കൊണ്ടുപോകാത്ത തന്നെ നല്ലതായി തോന്നി. ഇനി വേനൽക്കാലത്ത് കുട്ടികളെ കൊണ്ടുപോകാന്ന് വെച്ചാൽ കുഴപ്പമില്ല, പക്ഷേ വർഷക്കാലം ഇതിങ്ങനെ ആവുകൊണ്ടാണ് കേട്ടോ കുട്ടികളെ കൊണ്ടുപോകാതെ പോയത്. സങ്കടം ഉണ്ടായിരുന്നു അവരെ കൊണ്ടുപോകാതെ പോയതിന്, പക്ഷെ എന്നാലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴിപാട് കഴിക്കാൻ ഒരുപാട് സമയം വേണ്ടേ. നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ ഒക്കെ ബുദ്ധിമുട്ടായില്ലേ, പിന്നെ മഴയും ഒക്കെ അല്ലേ. അതുകൊണ്ട് കുട്ടികളെ കൊണ്ടുപോകാതെ പോയി. അതാ ഞങ്ങൾ അമ്പലത്തിലെത്തി കാലൊക്കെ കഴുകാൻ ഇറങ്ങാം കേട്ടോ. അപ്പോൾ അതാ കണ്ടോ അമ്പലത്തിൽ എന്തോരം മീനുകളാണെന്നറിയോ. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഒരാമുണ്ട് കേട്ടോ അവിടെ. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. ഒരു പ്രത്യേക ഒരു ഷേപ്പിലല്ലേ, പ്രത്യേക ഒരു കളർ കേട്ടോ. ആമയ്ക്ക് നല്ല രസമുണ്ട് ആമേനെ കാണാൻ എന്തായാലും. അങ്ങനെ ഞങ്ങളിതാ കാലൊക്കെ കഴുകിയിട്ട് പിന്നെ ഇതാ ഇതിക്ക് പോകട്ടെ, ക്ലോക്ക് റൂമിലേക്ക് പോയിട്ട് നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ അവിടെ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഫോണൊക്കെ അവിടെ കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അതൊക്കെ കൊടുത്ത് കഴിഞ്ഞതാ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും പിന്നെ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് ഇതാ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം നമ്മുടെ ഫോണും ബാഗൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വേഗം പോയി വാങ്ങിക്കൊടുന്നു കേട്ടോ. പിന്നെ പുറത്തു കൂടെ ഒക്കെ ഒന്ന് തൊഴുത് പിന്നെ അതിൽ കൂടെ ഒക്കെ ഒന്ന് ചുറ്റി നടന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങാണ്ടായിരുന്നു, പാൽപ്പായസവും പിന്നെ നെയ്പായസവും അങ്ങനെ കുറച്ച് പ്രസാദങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പോയി ഞങ്ങൾ വാങ്ങി. ആ ടൈമിൽ കുറച്ച് മഴയൊക്കെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി പ്രസാദമൊക്കെ വാങ്ങാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ കുറച്ച് ഡാൻസ് അരങ്ങേറ്റുണ്ടെന്ന് അവിടെ. അപ്പോൾ ഇതാ ഡാൻസുകാരി കുട്ടികളൊക്കെ ഇതാ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പാൽപ്പായസം വാങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ക്യൂവിലാണ്, നല്ല തിരക്കാണ് കേട്ടോ പാൽപ്പായസം വാങ്ങാനൊക്കെ. എന്തായാലും തിരക്കിൻ്റെ ഇടയിലാണെങ്കിൽ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. വേറെ പണിയൊന്നുമില്ലേ വിചാരിക്കുന്നുണ്ടാവും, എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാട്ടി കൊടുക്കണ്ടേ ഞങ്ങൾ പോയതൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുകയാണ്. കുറച്ച് നേരം ഒന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ലേ മഴ. എന്തായാലും മഴയൊക്കെ ഏകദേശം കുറേയൊക്കെ ഉണ്ട് കേട്ടോ. വാങ്ങിയതാ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ്. പോരുന്ന വഴിക്കത് അതൊക്കെ വെറുതെ നോക്കണുള്ളൂ കേട്ടോ, ഒന്നും വാങ്ങണില്ല, കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല, ഒരു പൊട്ട് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒന്നാമത് കടയിൽ കയറി എന്താ വാങ്ങേണ്ടതെന്ന് ആകെ കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പോൾ ആകെ ഇങ്ങനെ തപ്പിത്തെറിഞ്ഞിങ്ങനെ നടന്ന് കുറച്ച് നേരം ആയിക്കൂടെയൊക്കെ നടന്ന് പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പോരുന്ന വഴിക്ക് മമ്മിയൂരും കൂടെ ഒന്ന് കയറി തൊഴുതു കേട്ടോ. അവിടെ കൂടെ തൊഴണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കൂടെ കയറി തൊഴുതു. ഞാൻ ആ പൊട്ട് മാത്രമായിട്ട് വാങ്ങിയിട്ടുള്ളൂ, വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാ മമ്മിയൂരൊക്കെ കയറി തൊഴുത് വന്നിട്ട് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഓക്കെ, ബൈ.